ട്രോളി ബാഗ് വാദവും CPM-നെ തിരിഞ്ഞുകൊത്തിയെന്ന വാർത്ത. ഉപതെരഞ്ഞെടുപ്പിന് UDF കള്ളപ്പണം കൊണ്ടുവന്നെന്ന CPM പരാതിയിൽ തെളിവ് കണ്ടെത്താൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് കഴിഞ്ഞില്ല. അവർ റിപ്പോർട്ടും നൽകിക്കഴിഞ്ഞു. ഇതോടെ അന്വേഷണം അവസാനിപ്പിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. പക്ഷേ നിയമ നടപടിയുമായി താൻ മുന്നോട്ട് പോകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് വിവാദങ്ങളിൽ ഏറ്റവും പ്രഹരമേറിയ ബോംബ് ഒടുവിൽ നനഞ്ഞ പടക്കമായി. വലിയ ചർച്ചകൾക്കും ആരോപണങ്ങൾക്കും വഴിവെച്ച നീലപ്പെട്ടി വിവാദത്തിലാണ് തെളിവ് കണ്ടെത്താനാകാതെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷണ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയത്. കഴിഞ്ഞ മാസം 6-ന് പാതിരാ പരിശോധന അവസാനിക്കുമ്പോൾ ഒന്നും കണ്ടെത്തിയില്ലെന്നും സ്വാഭാവിക പരിശോധനയാണ് നടന്നതെന്നും ASP തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ UDF-നെതിരായ തങ്ങളുടെ ആരോപണങ്ങളിൽ ഉറച്ചുനിന്ന CPIM തുടരന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിനായിരുന്നു പ്രാഥമിക അന്വേഷണ ചുമതല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് തെളിവുകളില്ലെന്ന റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. ഇതോടെ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി. വിവാദം അവസാനിപ്പിക്കില്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ 24-നോട് പറഞ്ഞു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും BJP-യുടെ സംസ്ഥാന പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ ഒരു കന്നി മത്സരത്തിനിറങ്ങുന്ന ആദ്യമായിട്ട് മത്സരിക്കാൻ ഇറങ്ങുന്ന ഒരാളല്ലേ, ഒരു പുതുമുഖമല്ലേ ഞാൻ. എന്നെ കള്ളപ്പണക്കാരനാക്കിയില്ലേ. അപ്പോൾ ആ വിഷയത്തിനകത്ത് എൻ്റെ മാനനഷ്ട കേസുണ്ട്, ശ്രീമതി ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാൻ്റെയും പരാതികളുണ്ട്, ശ്രീമതി ജബി മേത്തറിൻ്റെ പരാതികളുണ്ട്. ഇത്തരം പരാതികളുമായിട്ടൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. പെട്ടി ഞങ്ങൾ അടയ്ക്കുന്നില്ല, അവരടയ്ക്കാൻ ആഗ്രഹിച്ചാലും ഞങ്ങൾ അടയ്ക്കുന്നില്ല. വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാക്കളാരും ഇതുവരെ തയ്യാറായിട്ടില്ല. 24 പാലക്കാട്.